വെൽക്കം ബാക്ക് ടു ബ്രേക്കിംഗ് ഫ്രീപ്പേഴ്സ്. അപ്പോൾ ഇന്ന് ഒരു ചെറിയ അൺബോക്സിങ് വീഡിയോ ആണ്. DJIയുടെ മാവിക് മിനി എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഡ്രോണിൻ്റെ ഫ്ലൈമോർ കോംബോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് കാലമായിട്ട് വീഡിയോ ഇല്ല, ഏകദേശം ഒരു മാസമായിട്ട് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് വീഡിയോ ഒന്നും ഇല്ല. അപ്പോൾ ഈ ഒരു കോംബോ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ചാനലിൻ്റെ കുറച്ചും കൂടി നല്ല സ്കൈ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, ചാനൽ കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡ്രോൺ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും അതേപോലെ തന്നെ ലൈസൻസ് വേണ്ടാത്തതുമായിട്ടുള്ള ഒരു നാനോ കാറ്റഗറിയിൽ വരുന്ന ഒരു ഡ്രോണാണിത്. DJIയുടെ തന്നെ. DJIൻ്റെ പ്രോഡക്റ്റിനോട് എനിക്ക് പ്രത്യേക ഒരു താല്പര്യമുണ്ട്, കാരണം അത്രയും ക്വാളിറ്റി പ്രോഡക്റ്റ്സാണ് ഇവർ ഓരോ പ്രാവശ്യവും റിലീസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറയും വ്ളോഗിങ് ക്യാമറയും DJIയുടെ തന്നെയാണ്, DJI ഓസ്മോ പോക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഡ്രോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 250 ഗ്രാമിൽ താഴെ ഭാരം വരുന്ന ഒരു നാനോ കാറ്റഗറിയിലൊരു ഡ്രോണാണ്. കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിമോട്ട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രൊപ്പല്ലർ ഗാർഡ്, എക്സ്ട്രാ അഡീഷണൽ, പിന്നെ ഇതിൻ്റെ ഫ്ലൈമോർ കോംബോ ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന കുറച്ച് ആക്സസറീസ്, എക്സ്ട്രാ ബാറ്ററീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് 2.7K ആണ് മാക്സിമം റെസൊല്യൂഷൻ കിട്ടുന്നത്. പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, നാനോ കാറ്റഗറിയിലായതുകൊണ്ട് തന്നെ ഇതിനൊരു ഹൈറ്റ് റെസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് ആൾട്ടിറ്റ്യൂഡ് വരുന്ന സമയത്ത് നമുക്ക് 15 മീറ്റർ മുകളിൽ പറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യക്കകത്ത് പാടില്ല എന്നാണ്. പക്ഷേ എന്നാലും നമുക്ക് ചെറിയ ഡ്രോൺ ഹാക്സ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഇതിനെ കൂടുതൽ ഹൈറ്റിലേക്ക് മാക്സിമം നമുക്ക് 2000 ഫീറ്റ് വരെ നമുക്ക് ഹൈറ്റിൽ നമുക്ക് പറപ്പിക്കാൻ പറ്റുന്ന ഒരു ഡ്രോണാണിത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ളൊരു ഡ്രോൺ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റിയും അത്യാവശ്യം നല്ല സിനിമാറ്റിക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റിയുള്ള ഒരു ഡ്രോൺ തന്നെയാണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് സ്പെൻഡായ എമൗണ്ട് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 69,000 റുപ്പീസാണ്. 70,000 തന്നെ പറയാം, കാരണം ആമസോണിൽ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 69,000. ഇവരുടെ DJIയുടെ ഒഫീഷ്യൽ സ്റ്റോറിൽ വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 69,999 രൂപയാണ് വരുന്നത്. അത് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാറുണ്ട്. ഇതിൻ്റെ തന്നെ പുതിയ അപ്ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു വേർഷൻ കൂടിയുണ്ട്, DJI Mavic Mini 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഇതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ വേർഷൻസാണ്. എന്താ പറയുക, ഇതിൻ്റെ കുറച്ചും കൂടി കപ്പാസിറ്റിയും 4K വീഡിയോ റെസൊല്യൂഷനും ഒക്കെ ഉള്ളൊരു മോഡലാണ്. അപ്പോൾ ഇതിൽ 2.7K ആണ്. പക്ഷേ എന്നാലും നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ക്വാളിറ്റി വീഡിയോസ് നമുക്ക് ഇതിലെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അത്യാവശ്യം ഒരു ഷോർട്ട് ഫിലിം എടുക്കാനായാലും, ഒരു വെഡ്ഡിങ് വീഡിയോഗ്രാഫിക്കായാലും, അതേപോലെ തന്നെ നമ്മുടെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ വീഡിയോസ് എടുക്കാനൊക്കെ ആയാലും നമുക്കിത് അത്യാവശ്യം ബെറ്ററാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലൈയിങ് ടൈം എന്ന് പറയുന്നത് ഒരു ബാറ്ററിക്കകത്ത് നമുക്ക് മാക്സിമം 30 മിനിറ്റ് വരെ നമുക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് ചാനലിൻ്റെ ഒരു വലിയൊരു അപ്ഗ്രേഡ് എന്നുള്ള രീതിയിൽ വീഡിയോസൊക്കെ ബെറ്ററാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. നല്ല രീതിയിലുള്ള ഒരു എന്താ പറയുക, നല്ല രീതിയിലുള്ള വിഷ്വൽ ട്രീറ്റ് ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാകും. കുറച്ച് ടൈം എടുക്കും എന്തായാലും, കാരണം ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഈസ് ഫാൻ ബോയ് സൈനിങ് ഫ്രോം ദിസ് ചാനൽ ബ്രേക്കിംഗ് ഫ്രീപ്പേഴ്സ്.